സാധാരണ സ്ത്രീകൾ അല്ലെങ്കിൽ അസാധാരണമായി പുരുഷന്മാരും സർജറി ഒ പി ഡിയിൽ വന്ന് പറയാറുള്ള ഒരു കംപ്ലൈൻ്റാണ് പൊക്കിളിൽ നിന്ന് പഴുപ്പ് വരിക, ദുർഗന്ധം വമിക്കുക, അല്ലെങ്കിൽ വേദന ഉണ്ടാവുക എന്നൊക്കെ. കൊച്ചു കുഞ്ഞുങ്ങളിൽ ഇത് സാധാരണയായിട്ട് കാണാറുണ്ട്, അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വലുതായ ആൾക്കാർക്ക് എങ്ങനെ പൊക്കിളിൽ നിന്ന് പഴുപ്പ് വരാൻ സാധ്യതയുണ്ട്? ഇത് നമ്മളൊരു സാധാരണ രീതിയിൽ രോഗികൾ വരുമ്പോൾ അവർ ചിന്തിച്ചു വരുന്നത് അവരുടെ വൃത്തിയായിട്ട് ഇതിന് ബന്ധമുണ്ട്, അല്ലെങ്കിൽ പലരും അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ വൃത്തിയായിട്ട് കുളിക്കാത്തത് കൊണ്ടോ പൊക്കിളിനകം നന്നായിട്ട് കഴുകാത്തത് കൊണ്ടോ ആണ് ഇങ്ങനെ പഴുപ്പ് വരുന്നത് എന്നുള്ള രീതിയിൽ തെറ്റിച്ച് ശരിയല്ലാതെ ചിന്തിച്ച് വിഷമിച്ചിട്ടാണ് ആൾക്കാർ വരാറുള്ളത്. പൊക്കിൾ നമുക്ക് ജന്മന ലഭിച്ചിട്ടുള്ള ഒന്നാണ്. നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ പൊക്കിൾ വഴിയുള്ള രക്തക്കുഴൽ വഴിയാണ് നമുക്ക് ആഹാരവും അമ്മയുടേതായിട്ടുള്ള എല്ലാ പോഷണങ്ങളും ലഭിക്കുന്നത്. ജനിച്ചു കഴിയുമ്പോൾ ഇത് പൊഴിഞ്ഞു പോവുകയും അവിടെ ആ ഒരു സുഷിരം മാത്രം നിലനിൽക്കുകയും ചെയ്യും. ചില ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ പൊക്കിൾ കൊടിയുടെ ആഴം വളരെ കൂടുതലായിരിക്കാം. ഒരാൾക്ക് പിന്നീട് ഫാറ്റ് ഡെപ്പോസിറ്റ് വയറിൽ കൂടുതലാകുമ്പോൾ പൊക്കിളിൻ്റെ ആഴം നാച്ചുറലി കൂടുന്നതായിട്ട് കാണാം. ഈ പൊക്കിളിനുള്ളിൽ തൊലിയുണ്ട്, ആ തൊലിയിൽ രോമങ്ങളും ഉണ്ട്. ആ രോമങ്ങളുടെ കൂടെ വേർപ്പ് ഗ്രന്ഥികളുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്താ സംഭവിക്കുക, ആഴത്തിലുള്ള പൊക്കിളിനകത്തേക്ക് വേർപ്പ് ഉണ്ടാവുകയും ആ തൊലി പൊഴിയുകയും ഇതാണ് നമ്മൾ അഴുക്ക് പോലെ പൊക്കിൾ കൊടിക്കകത്ത് കാണുന്നത്. ഇത് ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് കീടാണു വന്ന് അതിൻ്റെ മുകളിൽ അഫക്റ്റ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു സർജൻ തന്നെ കാണണം. അത് അവിടെ വേദനയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ആ പൊക്കിൾ നന്നായിട്ട് തുറന്ന് ക്ലീൻ ചെയ്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് ഡ്രസ്സ് ചെയ്ത് പുറമേയുള്ള ആൻറ്റിബയോട്ടിക്കുകളും കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഈ പൊക്കിൾ കൊടിയിൽ ഉണ്ടാകുന്ന പഴുപ്പ് അപ്രത്യക്ഷമായി പോകാറുണ്ട്. വളരെ 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 റെയറായിട്ടുള്ള കേസുകളിൽ ചിലപ്പോൾ ഈ പൊക്കിൾ കൊടിയിൽ ഒരു ഫിസ്റ്റുല ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ അത് വയറിനുള്ളിലെ കുടലിൽ നിന്ന് ഒരു ട്രാക്റ്റ് പൊക്കിൾ കൊടിയിലേക്ക് വന്ന് തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഇതങ്ങനെ എല്ലാവർക്കും ഉണ്ടാകില്ല കേട്ടോ. ഇത് വളരെ റെയറായിട്ടുള്ള ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ട്യൂബർകുലോസിസ് പോലുള്ള അസുഖങ്ങൾ വയറിൽ ബാധിച്ചാലാണ് ഇങ്ങനത്തെ ഫിസ്റ്റുല വയറിലേക്ക് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളത്. അപ്പോൾ അത് സർജന് നോക്കുമ്പോൾ മനസ്സിലാകും ഈ പൊക്കിൾ കൊടിയിൽ എത്രത്തോളം അടിയിലേക്ക് ഇത് പോകുന്നുണ്ട്, ഈ ട്രാക്റ്റ് എവിടം വരെ ഉണ്ട് എന്ന് നോക്കുമ്പോൾ മനസ്സിലാകും. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു CT സ്കാൻ എടുക്കേണ്ടി വരുമായിരിക്കും. ആ CT സ്കാനിൽ ഇത് വ്യക്തമായിട്ട് അറിയാനും സാധിക്കും. ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ളതാണോ അതോ തൊലിയുടെ മേളിൽ മാത്രമുള്ള ഇൻഫെക്ഷൻ ആണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി വളരെ റെയറായിട്ടുള്ള ഒരു സംഭവം യുറേക്കസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. ഇത് നമ്മുടെ മൂത്രസഞ്ചിയും പൊക്കിളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രാക്റ്റ്. ഇത് നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ട്രാക്റ്റാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മൂത്രസഞ്ചിയും പൊക്കിളുമായിട്ടുള്ള ആ ട്രാക്റ്റ് ബന്ധം അടഞ്ഞു പോവുകയും അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആവുകയും ചെയ്യുന്നതാണ്. വളരെ 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 റെയറായിട്ട് ചില ആൾക്കാർക്ക് ഈ ട്രാക്റ്റ് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചിലപ്പോൾ മൂത്രസഞ്ചിക്കകത്തുള്ള ചെറിയ മൂത്രത്തിൻ്റെ അംശം ഈ ട്രാക്റ്റ് വഴി അംബലിക്കസിലേക്ക് വരികയും അത് ഒരു ഡിസ്ചാർജായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും ഇതൊരു സർജൻ തന്നെ വേണം കണ്ടുപിടിക്കാൻ. അവർക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഒരു CT സ്കാൻ അവിടെയും ആവശ്യമുണ്ട്. CT സ്കാൻ ചെയ്യുമ്പോൾ ഈ ട്രാക്റ്റ് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും നല്ല കാര്യം ഇതിൽ ഏത് അസുഖമാണെങ്കിൽ പോലും അത് കംപ്ലീറ്റ്ലി ചികിത്സിച്ച് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ട്രാക്റ്റുകൾ ഉണ്ടെങ്കിൽ ആദ്യം ആ ട്രാക്റ്റുകൾക്കായിരിക്കും ചികിത്സ വരുന്നത്, പിന്നീടായിരിക്കും പൊക്കിളിൻ്റെ ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഈ പൊക്കിളിൻ്റെ ഇൻഫെക്ഷൻ ചിലപ്പോൾ മാറി മാറി വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം ട്രീറ്റ് ചെയ്ത് മാറിക്കഴിഞ്ഞാലും പിന്നീട് ചിലപ്പോൾ പൊക്കിളിൻ്റെ ഇൻഫെക്ഷൻ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ പൊക്കിൾ അങ്ങനെ തന്നെ എടുത്ത് മാറ്റാവുന്ന ഒരു സർജറി ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് വയറിൽ ഇതില്ലാതിരുന്നു കഴിഞ്ഞാൽ വളരെ അഭംഗിയായില്ലേ എന്ന് വിചാരിക്കരുത്.
ഇത് ഈസി ആയിട്ട് ഒരു പ്ലാസ്റ്റിക് സർജന് അവിടെ പുതിയൊരു പൊക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് നിയോ അംബലിക്കസ് ക്രിയേഷൻ എന്നുള്ള രീതിയിലാണ് അതിനെ പറയുക. ആദ്യം ഇൻഫെക്ഷൻ മാറ്റി ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പൊക്കിളെടുത്ത് മാറ്റിയതിന് ശേഷം ഫ്ലാറ്റായിട്ടുള്ള വയറിൽ അവർ രണ്ടാമത് ഒരു പൊക്കിൾ ഉണ്ടാക്കിയെടുക്കുകയും അത് വളരെ വൃത്തിയായിട്ടുള്ള രീതിയിൽ നാച്ചുറലായിട്ട് കാണപ്പെടുകയും ചെയ്യും. അപ്പം പൊക്കിളിൻ്റെ ഇൻഫെക്ഷൻ പലരും മറച്ചു വയ്ക്കുന്ന, പലരും ഒരുപാട് സമയം കൊണ്ട് നടക്കുന്ന, ചികിത്സ തേടാത്ത ഒരസുഖമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ധൈര്യമായിട്ട് അങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സർജനെ കാണണം. ഈ രോഗം വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.